നാരി 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 നിൻ്റെ നാരി. ലോക വനിതാ ദിനാണല്ലേ. ഇന്ന് വനിതകൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയാണ് ഒരവസ്ഥ. പെട്ടെന്ന് എന്തൊരു കാര്യം വരുമ്പോഴേക്കും ക്ഷീണം, ഉപ്പൂറ്റി വേദന, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഒരു അസ്വസ്ഥത. ഇതുപോലുള്ളൊരു സാഹചര്യം ഇന്ന് നമ്മുടെ വനിതകൾക്കിടയിൽ വളരെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രക്തക്കുറവുള്ള ഒരാളെ നോക്കുകയാണെങ്കിൽ നമ്മൾ 100 ആളെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 80 രക്തക്കുറവ് കാണുന്ന വനിതകൾക്കായിരിക്കും. ഒരുപക്ഷെ കുടുംബത്തെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴും സ്ത്രീകൾ അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. പലപ്പോഴും സ്ത്രീകളോടൊക്കെ എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെന്താ പറയാന്നറിയോ, ഞങ്ങൾക്ക് വീട്ടുജോലി തന്നെ എമ്പാടുണ്ട്, പിന്നെ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പം ഈ വീട്ടിൽ ചെയ്യുന്ന ഈ ജോലി കൊണ്ട് അവർക്ക് കത്തുന്ന കലോറി വളരെ കുറച്ചായിരിക്കും. അവർക്ക് അതിലേറെ എക്സസൈസ് അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ജോലി കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരുപാട്. പിന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. ഇതൊക്കെ അവരിലെന്നും ഒരു ഈ ഒരു ക്ഷീണാവസ്ഥ നിലനിർത്താൻ. പിന്നെ ഹോർമോണൽ വേരിയേഷൻ, മെൻസ്ട്രുവേഷൻ്റെ സമയത്ത്, പിന്നെ മെനോപോസിൻ്റെ സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ, അതും സ്ത്രീകളിൽ ഒരുപാട് ക്ഷീണാവസ്ഥകളും മറ്റുമൊക്കെ ഉണ്ടാകും. പിന്നെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ പ്ലാന്റർ ഫാസൈറ്റിസ് അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ, മാനസിക സമ്മർദ്ദങ്ങൾ പോലെ. പിന്നെ എന്തൊരു ഇഷ്യൂവിനെയും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീകളാണ്. അതുകൊണ്ട് അത് അവർക്ക് എന്നും നിലനിൽക്കുന്ന വേദനകളും മറ്റുമായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതും എന്നും അവരുടെ ക്ഷീണാവസ്ഥ ഉണ്ടാക്കും. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീകൾ ഇപ്പം നോക്കിയാൽ യൂട്യൂബിലാണ്, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ കഴുത്തിലൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ക്രീൻ കൂടുതൽ ടൈം ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ കാണുന്നുണ്ട്. അവർ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് തന്നെയാണ് പരിപാടി. പണ്ടൊക്കെ ടി വി കയറി നോക്കിക്കാണാം, ഇന്നിപ്പോൾ അതുമില്ല, എല്ലാവരും ഫോണിലോട്ട് തന്നെ നോക്കിക്കാണാം. അപ്പോൾ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഇതുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എപ്പോഴും ഭക്ഷണം അവൈലബിളാണ്. അപ്പോൾ പലപ്പോഴും ടേസ്റ്റ് നോക്കാൻ, രുചി നോക്കാനൊക്കെ ആയിട്ട് പല എണ്ണക്കടികൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കഴിച്ചു പോകുന്ന ഒരു പ്രതീതിയും ഒരു സ്വഭാവവും സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പ്രശ്നം? ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളും മറ്റും സ്ത്രീകളിൽ കൂടുതൽ ഉണ്ടാക്കുന്ന സാഹചര്യമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ സഹോദരിമാരെടുക്കുന്ന ചെറിയൊരു തീരുമാനത്തിന് പോലും അവരുടെ ജീവിതത്തിനെ അവർ സ്വാധീനിക്കും എന്നുള്ളതാണ്. തീർച്ചയായും ഈ വനിതാ ദിനത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഫസ്റ്റ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം വെച്ച് പുലർത്താൻ വേണ്ടിയുള്ളതായിരിക്കണം.